നിങ്ങൾ അയ്യോ എന്ത് നിഖിൽ അയ്യോ 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 ഞാൻ ബഹളം വെക്കേ. എന്തായാലും ഞാൻ വിടില്ല. നിഖിലെ വിടാനാ പറഞ്ഞ. അയ്യോ നീ ഇവിടെ കിടന്നേ. ഞാൻ വ്രതമാണെന്ന് പറഞ്ഞില്ലേ? അതങ്ങ് മനസ്സിൽ വെച്ചേക്ക്. അത് നിന്റെ അളവാ. അയ്യോ അയ്യോ നിന്നെ ഞാൻ വിടില്ല. നിവാ 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 നിക്ക്. എന്താ മോളെ? എന്താ എന്താ പ്രശ്നം? എന്തു പറ്റിയെന്ന് പറ. നിഖിലൊന്ന് പറഞ്ഞെങ്കിലേ ഇവളെന്തിനാ കരയുന്നേ? എന്താ സംഭവിച്ചേ? അത് പിന്നെ എന്തോ കണ്ടുപിടി പേടിച്ചിട്ടുണ്ട്. മോളെ ഞാനത് എങ്ങനെയാ പറയാ പപ്പൂസ്? ഞാൻ റൂമിൽ ഉറങ്ങി കിടന്നപ്പോഴേ എന്നെ പെട്ടെന്ന് നിഖില് സ്റ്റെയർ കേസിന്റെ മുകളിൽ നിന്ന് വീഴുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഒരു ഭയങ്കര പേടി സ്വപ്നമായിരുന്നു. ഇത്രേ ഉള്ളൂ? ടെൻഷൻ അടുപ്പിച്ച് കളഞ്ഞല്ലോ. മനുഷ്യന്റെ ശ്വാസം നിലച്ചുപോയി. ആഹാ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. ഞാൻ അനുഭവിച്ച ടെൻഷനോ? എന്തായാലും പോയി കിടക്ക്. ഇനിയിപ്പൊ ഞാനിന്ന് ചിറ്റയുടെ കൂടെ കിടക്കുന്നുള്ളൂ. അതെന്താ? മുകളിലെ റൂമിൽ കിടന്നാലേ ഒന്ന് ഉറക്കം പിടിക്കുമ്പോ ആ പേടി സ്വപ്നം പിന്നെയും കണ്ടാലോ. സ്വപ്നം റിപ്പീറ്റ് ചെയ്യോ മോളെ? ഈ സ്വപ്നം ചിലപ്പം റിപ്പീറ്റ് ചെയ്യും. ഞാൻ എന്തായാലും ചിറ്റയുടെ കൂടെ കിടക്കുന്നുള്ളൂ. അതിനെന്താ, മോള് വാ മോളെ. നിഖിലിന് തനിച്ച് കിടക്കാൻ പ്രശ്നമുണ്ടോ? അതോ ഞാൻ വരണോ? വാ. ഏയ് വേണ്ട, വാ ഞാൻ വരാം. അയ്യോ കുഴപ്പമില്ല, വേണ്ട, ഞാൻ കിടന്നോളൂ ഒറ്റയ്ക്ക്. അച്ഛൻ പൊക്കോ. ആകെ കുളമായി. മുല്ലപ്പൂ കണ്ടുപിടിച്ചവനെ വെടിവെച്ച് കൊല്ലണം. ഓ കുന്തമായി. പറ നിഖിൽ. നിന്നെ തെറി പറയാനാ തോന്നുന്നത്. നീ എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചോ? സത്യത്തിൽ നിനക്ക് എന്തിന്റെ അസുഖ? എരി തീയിലേക്ക് എണ്ണ പകരല്ലേ പ്രിയങ്ക? നിഖിൽ മിണ്ടരുത് നീ. കുരങ്ങളിപ്പിക്കാനായിട്ട് വേഷം കെട്ടി ഇറങ്ങിയിരിക്കുക. എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നേരിട്ട് കാണുമ്പോ നിനക്ക് തരാൻ ഞാൻ. നീ പ്രിയങ്കയല്ല, ഭയങ്കരിയാ. ഇവനെന്തു പറ്റി? ഇപ്പൊ ഒരു യാത്ര പോകുന്നത് അത്യാവശ്യമാ നിഖിലിന്. ചൂടുമാറി കിട്ടുമല്ലോ. ദൈവമേ. എന്താ നിഖിൽ, ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നില്ലേ? 21 ദിവസത്തെ വ്രതം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ആലോചിക്കാൻ ടൂറിന്റെ കാര്യം. ഞാൻ ഇരുന്നേക്ക്. അല്ല, ഒന്നും കഴിച്ചില്ലല്ലോ. വേണ്ട, അതുകൊണ്ടാ. പപ്പൂസ് കഴിക്കും. നിഖിലൊന്നും കഴിച്ചില്ല. നീ എന്താ അവന്റെ ചെവിയിൽ രഹസ്യമായിട്ട് പറഞ്ഞത്? അതോ, പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ.
നമസ്കാരം. 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 വരൂ. ഞങ്ങളെ മനസ്സിലായി കാണില്ല. ഞാൻ രഘുനന്ദൻ. ഞാൻ ബാലഗോപാൽ. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് വേണ്ടെന്ന് വെച്ചാണ് ഞാൻ അത് ഓർമ്മിപ്പിച്ചത്. മനസ്സിലായി. അരവിന്ദ് രാജെ പലതവണയായി വിളിക്കുന്നു, കിട്ടുന്നില്ല. ഇപ്പോൾ അയാളുടെ ഹോട്ടലിൽ പോയിട്ടില്ലോ ഞങ്ങൾ. ആൾ അവിടെയില്ല. ഞങ്ങളെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് രാജയാണല്ലോ. പെണ്ണിനെ കണ്ടാ മതി, ബാക്കി എല്ലാം ഓക്കെയാണ് എന്ന മട്ടില രാജ അന്ന് സംസാരിച്ചത്. അമ്മാവനാണെങ്കിൽ കല്യാണത്തിന് മനസ്സുകൊണ്ട് തയ്യാറാവുകയും ചെയ്തു. അക്കാര്യത്തിൽ ആർക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളതായി തോന്നിയതുമില്ല. ഞങ്ങളാ ഇന്നിപ്പോ ചായ ഒന്നും വേണ്ട കേട്ടോ. പെണ്ണ് കാണൽ കഴിഞ്ഞപ്പോ ഉണ്ണിത്ത സാർ പറഞ്ഞത് വിവരം പിന്നീട് അറിയിക്കാന്നാണല്ലോ. പക്ഷേ ഇതുവരെ വിളിച്ചില്ല. എന്നാ പിന്നെ നേരിട്ട് തന്നെ വന്നങ്ങ് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. വിവാഹ തീരുമാനം എന്തായി? അതിപ്പോ മേരിയുടെ വിവാഹം തീരുമാനിച്ചു. അരവിന്ദരാജയാണ് വരൻ. കല്യാണം ഉടനെ ഉണ്ട്. പെണ്ണ് കാണാൻ ആളിനെയും കൊണ്ടുവന്നവന്റെ അകത്ത്, പെണ്ണ് കാണാൻ വന്നവൻ പുറത്ത്. ഇത് എവിടത്തെ മര്യാദയാ ഉണ്ണിത്ത സാറേ? എന്നാ പിന്നെ രഘുമാവൻ എന്തിനാ മെനക്കെടുത്തിയത്? മനഃപൂർവ്വം സംഭവിച്ചതല്ല. അങ്ങനെ ഒരു ചുറ്റുപാട് വന്നപ്പോ ഇവിടത്തെ ആളിനെ തന്നെ കെട്ടി അടങ്ങുമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. കോടികളുടെ ആസ്തിയുണ്ട് അമ്മാവന്. അതിലൊന്നും എനിക്ക് തർക്കമില്ല. മിസ്റ്റർ രഘുനന്ദൻ, ഒരു വീട്ടിൽ വന്ന് വിവാഹം ആലോചിച്ചു എന്ന് കരുതി ആ കല്യാണം നടക്കണമെന്നുണ്ടോ? ഇല്ല. പക്ഷേ വിവരം അറിയിക്കാമെന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അത് പാലിച്ചില്ല. ആളിനെ വിളിച്ചു വരുത്തി അവമാനിക്കരുത്. അമ്മാവനെ ഇൻസൾട്ട് ചെയ്തതിന് നിങ്ങൾ അനുഭവിക്കും. നോക്കിക്കോ. ഒരു മങ്കൊമ്പിൽ രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ. വാ മാവാ. ഉറപ്പിക്കാം. വേണ്ട. വീട്ടിൽ തന്നെ ഇരുന്ന മുരടി പഴുമീരെ പോയി പങ്കെടുക്ക്. അഭിപ്രായം മാറുന്നതിന് മുമ്പ് ഞാൻ പോവാണേ. അപ്പോ സംഗതി ഫിക്സ്ഡ്. മീര ആന്റി നെയ്മീൻ ഫെസ്റ്റിന്റെ വിശിഷ്ടാതിഥി. മീരേ, ദാ വന്നിട്ടുണ്ട്. എവിടായിരുന്നൊന്നും ചോദിക്കുന്നില്ല. പറയാൻ താല്പര്യമില്ലെങ്കിലോ? നില എവിടെടാ? ആരുടെ കാര്യമാണ്? നില, നിന്റെ ഭാര്യ. അപ്പൊ ഞാൻ എവിടെയാണ് പോയതെന്ന് അമ്മയ്ക്കറിയാം. സെക്രട്ടറി അല്ല, തിങ്കളിനൊരു സ്ഥാനം തന്നിട്ടുണ്ട് ഞാൻ. അവിടെ നിന്നാ മതി. അപ്പോ നെയ്മീൻ ഫെസ്റ്റ് വേണ്ടെന്ന് വെക്കണം. അതല്ലേ ഈ പറഞ്ഞോ അത്രയും. മീരാന്റിയോട് ഞാനിനി എന്തു പറയുമെന്തോ. ആകെ നാണക്കേടായി. എന്താ പ്രശ്നം? അല്ല, ഇനി ഞാൻ എങ്ങനെയാ മീരാന്റിയുടെ മുഖത്ത് നോക്കുന്നേ? ഇനിയിപ്പോ ഫോൺ ചെയ്ത് പറയാം. കാര്യം എന്താ? എനിക്കൊരു അബദ്ധം പറ്റി. രാജ് കിച്ചന്റെ പ്രോഗ്രാംസിനെല്ലാം മീരാന്റി പങ്കെടുത്തിരുന്നു എന്ന് കേട്ടു. അതെല്ലാം സക്സസ് ആയിരുന്നു അത്രേ. എന്നാ പിന്നെ നെയ്മീൻ ഫെസ്റ്റിലും ആന്റി ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പ്രത്യേകമായി ക്ഷണിച്ചപ്പോ ആന്റി വരാന്ന് സമ്മതിച്ചു. മീര സമ്മതിച്ചോ? ഗസ്റ്റായിട്ടാ ഞാൻ വിളിച്ചത്. ഫെസ്റ്റേ വേണ്ടെന്ന് സാറ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഗസ്റ്റ് എന്തിനാ? സാറ് വേണ്ടാന്ന് പറഞ്ഞ കാര്യം ഞാൻ ആന്റിയെ വിളിച്ച് പറഞ്ഞേക്കാം. എന്ത് സ്റ്റുപ്പിഡിറ്റി ആയത്? ഒരാളെ പ്രോഗ്രാമിന് വിളിക്കുക, പിന്നെ പറയാ വേണ്ടാന്ന്. ആ ആളിനെ ഇൻസൾട്ട് ചെയ്യല്ലേ ഇത്? ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? സാറ് ക്യാൻസൽ ചെയ്ത പരിപാടി എനിക്കായിട്ട് നടത്താൻ പറ്റുമോ?
അതിനാരെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തേ? സാറ് ഒരഭിപ്രായം പറഞ്ഞു എന്ന് വെച്ച് ഉടനെ ക്യാൻസൽ ചെയ്തു എന്നാണോ അർത്ഥം? ആലോചിക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അല്ല, ബ്രോഷറിങ് എടുത്താട്ടെ. ദേ, താൻ കൊണ്ടുപോയ ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വേണോന്ന് എനിക്ക് നോക്കട്ടെ. ആ കള്ളക്കാമുകൻ, ഉച്ച സന്യാസി, വെള്ളരിപ്രാവിന്റെ ചങ്ങാതി. വന്നോ കുടുംബശ്രീ? മുത്തശ്ശ, ഡ്രസ്സോ മറ്റോ എടുത്തിട്ട് വീണ്ടും പോകാനാണെന്ന് ചോദിക്കും മുത്തശ്ശ. നിനക്ക് അങ്ങോട്ട് ചോദിച്ചുകൂടാ? ആരും ഒന്നും ചോദിക്കണമെന്നില്ല. ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോയി. ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അല്ലാതൊന്നുമില്ല. ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ കൊണ്ട് കേസ് കൊടുക്കും. അതെ. അമ്മേ, അമ്മയും മോളും തമ്മിലുള്ള ധാരണ പ്രകാരമായിരുന്നല്ലോ പോക്കും വരവും. അറിഞ്ഞില്ല. ഞാനൊന്നും പറയുന്നില്ല. ധാരണയിലില്ലാത്ത പലതും അവിടെ സംഭവിച്ചു. അതെന്താ? അതൊക്കെയുണ്ട്. ഇരുന്ന് വന്നവരെന്തിനാ മുറിയിലേക്ക് ഇടിച്ചു കയറുന്നത്? അവിടുന്ന് തന്നെത്താൻ വന്നാണോ അതോ ഇറക്കി വിട്ടതോ? ഒരു ദിവസം നിന്നപ്പോഴേക്കും നിന്റെ അച്ഛന് മടുത്തു കാണും. അപ്പൊ എന്നും സഹിക്കുന്ന എന്റെ കാര്യോ? എന്താടി, ഒന്നിനും മറുപടിയില്ലേ? നീ വലിയ വായാടിയാണല്ലോ. എന്തെങ്കിലും പറയണി. ഉമ്മകൾ സംസാരിക്കാറില്ല. എന്താടാ നീ മുത്തച്ഛനോട് പറഞ്ഞേ? കുടുംബശ്രീന്നോ അയൽക്കൂട്ടത്തിന്നോ ഒരാള് കാണാൻ വന്നിരിക്കുന്നു അല്ലേ? അല്ലടാ, ഞാനേ തൊഴിലുറപ്പ് പദ്ധതിനാ. നിനക്ക് നഷ്ടമുണ്ടോ? ഇന്നലെ രാത്രി നീ എന്തിനാ എന്നെ കയറി പിടിക്കാൻ വന്നേ? ഞാൻ നിന്റെ പെണ്ണല്ലേ, ഭാര്യയല്ലേ? ആ, ദാ നോക്ക്, ഈ താലി ഞാൻ നിന്റേതാണെന്നുള്ള അവകാശത്തിന്റെ മുദ്രയാണ്. ഇതെന്റെ കഴുത്തിലുള്ളിടത്തോളം നീള നിഖിലിന്റേത് മാത്രമാണ്. കുട്ടികള് തൽക്കാലം വേണ്ടാന്നുള്ള തീരുമാനം എടുത്തത് നമ്മൾ രണ്ടുപേരും ചേർന്ന. ആ തീരുമാനം നടപ്പാക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതും നമ്മളാ. കുട്ടികള് പിന്നീട് മതി എന്നുള്ള തീരുമാനത്തിന് ഭേദഗതി വരുത്തണം. പറ, വേണമെങ്കിൽ വ്രതത്തിന് ഒരു ദിവസത്തെ സ്റ്റേ കൊടുക്കാം. മാറ്റി എഴുതാവുന്നതാണ് നിയമങ്ങൾ. മുല്ലപ്പൂ ചൂടട്ടെ ഞാൻ. പെട്ടെന്ന് എത്തിക്കാൻ പറയും. ഇവരെ താഴത്തെ മുറി കിടക്കട്ടെ, ഞാൻ മുകളിലോട്ട് പോവാം. ഡ്രസ് മാറുന്ന ഇപ്പോ? അനാഥാലയത്തിലേക്ക് എപ്പോഴാ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? സ്ഥലം പറഞ്ഞു തന്നാ ചേട്ടനും ഞാനും പൊയ്ക്കോളാം. സാറ് ബുദ്ധിമുട്ടണമെന്നില്ല. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ടെങ്കിലും നിങ്ങൾ ഇനി ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. അയ്യോ സാറേ, ഇനി ആന്റിയുടെ അങ്കിളിന്റെ വീട് ഇതായിരിക്കും. ഇവിടുന്ന് ആരും നിങ്ങളെ ഇറക്കി വിടില്ല. ഉപദ്രവിക്കാൻ ആരും ഇവിടേക്ക് വരില്ല. ഇനി അനാഥ മന്ദിരത്തിലെ താമസിക്കുന്ന നിർബന്ധമുണ്ടെങ്കിൽ നമ്മൾ 4 അനാഥർ താമസിക്കുന്ന മന്ദിരാണ് ഇതെന്ന് കരുതിയാൽ മതി. സാറേ, ഏയ്, എന്താ ഇത്? വാ വാങ്ങളെ, മുറി പോയി ഫ്രഷ് ആവാം. അരവിന്ദരാജ ചെയ്തത് ഒരു വലിയ സൽക്കർമ്മമാണ്. വിമല ചെയ്തതോ ആരും പൊറുക്കാനാവാത്ത മഹാപരാധം. ഗോപിയുടെയും ലതയുടെയും പ്രായമെങ്കിലും ഓർക്കണ്ടേ? വിമല ഇങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഗോപിയങ്കിളിനെയും ലതാന്റെയും നമുക്ക് നേരത്തെ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. ഇത്രയും വഷളാണ് ആ വീട്ടിലെ കാര്യങ്ങളെന്ന് ഗോപി പറഞ്ഞിരുന്നില്ല. ആ, ആത്മാഭിമാനമുള്ളവർക്ക്
അത് മറ്റൊരാളിനോട് പറയാനാവില്ലല്ലോ. ലതാന്റിയും അങ്ങനെ തന്നെയാ. ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയ പാവം കരയും. അതും മരുമകൾ, ഇവിടെയുള്ളതും മരുമകൾ. താരതമ്യം ചെയ്യാൻ പോയിട്ട് പേരുകൾ ചേർത്ത് പറയാൻ പോലും പറ്റില്ല. അതിന് ഞാനിവിടെ മരുമകളല്ലല്ലോ അച്ഛാ. സീരിയസ് ആയി എന്തോ ചർച്ചയാണെന്ന് തോന്നുന്നല്ലോ. ഗോപി അങ്കിളിന്റെയും ലതാന്റിയുടെയും കാര്യം പറയുമായിരുന്നു. അതങ്ങനെ വിടരുത്. പോലീസിൽ അറിയിച്ച് വിമലയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. മറ്റു ഫ്ലാറ്റിലുള്ളവരുടെയും ഹെൽപ്പ് ഉണ്ടാകും അതിന്. അതുപോട്ടെ, നിഖില് പതിവില്ലാതെ അമ്പലത്തിൽ പോയല്ലേ? കൂടെ വന്നത് മാത്രമല്ല, ഇവൻ എല്ലായിടത്തും തൊഴുതു. ഗണപതിയുടെ നടയ്ക്ക് മുമ്പില് 4-5 തവണ മണി അടിച്ചാ തൊഴുത്. കള്ളം പറയരുത്. 3 തവണ മണിയടിച്ചോളൂ. പിന്നെ ആര് പറഞ്ഞു? 5 തവണ. ഞാൻ കൃത്യമായിട്ട് എണ്ണിയതാ. അമ്പലത്തിൽ വിളിച്ച് ഗണപതിയോട് ചോദിച്ചു തർക്കം തീർക്ക്. എന്തിനു ഉടക്ക്? അത് മുത്തശ്ശൻ. ഇവൻ എണ്ണം തെറ്റിയത്. പൊടി. നീ പോടാ. പുഷ്പാർച്ചന നടത്തിയോ? ആ, ആദ്യം പ്രസാദം തൊട്. പറയാം. പിന്നെ മീരാമേ, എന്റെയും നിഖിലിന്റെയും ജീവിതത്തില് ഇന്നലെ പുതിയൊരു ടേക്ക് ഓഫ് ഉണ്ട്. ഷടാ, അറിയട്ടെ. അതെന്താ? പ്രമോഷനോ മറ്റോ ആയിരിക്കും. ആ, മുത്തശ്ശന് മനസ്സിലായി അല്ലേ? അതെ, പ്രമോഷനാ. അത് പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്ക് ഒരുമിച്ചായിരിക്കും പ്രമോഷൻ. അതും ഒരു ദിവസം. പക്ഷേ കുറെ മാസങ്ങൾ പിടിക്കും ഈ പ്രമോഷൻ കിട്ടാൻ. ചിലപ്പോ 9 അല്ലെങ്കിൽ ഒരു 10 മാസമോ പിടിക്കും. അല്ലടാ, അരവിന്ദ് രാജയ്ക്കും മേരിക്കും കൂടി ഒരു ഉണ്ടായാലെന്നല്ല, ഉണ്ടാകും. കുടുംബത്തിലെ കടിഞ്ഞൂൽ കൺമണിക്ക് നിന്റെ മുത്തശ്ശൻ വാരിക്കോരി കൊടുക്കില്ലേ? എന്റെ അമ്മുമ്മ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, വെറുതെ വാച്ചവയ്ക്കുന്ന മുതലാളി അമല് കണ്ടാ വച്ചേക്കുമോ? മീര ആന്റിയെ ഇത്രമാത്രം സ്നേഹിക്കുന്ന മുത്തശ്ശൻ അവർക്ക് ജനിക്കുന്ന കുഞ്ഞിനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കില്ലേ? അതിനെല്ലാം കൊടുക്കില്ലേ? കല്യാണം കഴിഞ്ഞ് നാളിത്രയായിട്ടും നിന്റെ നിളയുടെയും കാര്യത്തിൽ ഒരു പുരോഗതിയും ഇല്ലതാനും. ആര് പറഞ്ഞു പുരോഗതിയില്ലെന്ന്? ഞങ്ങളെ എല്ലാവരെയും ഞെട്ടിക്കാൻ പോവാ. നിലയ്ക്ക് വിശേഷമുണ്ടോ? ഉടനെ ഉണ്ടാവും. ഞങ്ങൾ വ്രതം മുറിച്ചു കഴിഞ്ഞു. ആദ്യം കുട്ടി ഉണ്ടാവുന്നത് ഞങ്ങൾക്കായിരിക്കും. എടാ കള്ള കെട്ടിയോനെ, മീരാന്റിയുടെ കല്യാണത്തിന് നീ ഓക്കെ പറഞ്ഞതിന്റെ കുട്ടൻസ് എനിക്കിപ്പൊ പിടികിട്ടി മോനെ. ആലോചിക്കണം പോലും. അയാള് പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നത്. അരവിന്ദ് സാറ് കല്യാണത്തിന് പിന്മാറണമെന്നാണോ നിന്റെ ആഗ്രഹം? അതിനുവേണ്ടിയാണോ നീ ഇപ്പൊ ഇങ്ങനൊരു സംസാരത്തിന് തയ്യാറായത്? നീ വെറുതെ എന്നെ ബ്ലെയിം ചെയ്യണ്ട. ഒരു കാര്യത്തിനും ഇനിഷ്യേറ്റീവ് എടുക്കാത്ത നിഖില് എന്തിനാ പിന്നെ ആരോടും ആലോചിക്കാതെ പുള്ളിക്കാരനെ കാണാൻ പോയത്? ഒരാളോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പെർമിഷൻ വാങ്ങണമെന്നുണ്ടോ? ഞാൻ എന്റെ അമ്മയുടെ കാര്യത്തിന് വേണ്ടിയാ അദ്ദേഹത്തെ കണ്ടത്. അതിനുള്ള സ്വാതന്ത്ര്യം ഒരു മകനെന്ന നിലയ്ക്ക് എനിക്കില്ലേ? എടുത്തു ചാടി അങ്ങനെ ഒരു കൂടിക്കാഴ്ച വേണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? സ്ത്രീധനമായി അമ്മയ്ക്ക് 50 ലക്ഷം രൂപയും 100 പവനും കൊടുക്കുമെന്ന് പറയണമായിരുന്നോ? അതൊന്നും ആ മനുഷ്യന് ആവശ്യപ്പെട്ടില്ലല്ലോ. നീ അല്ലെങ്കിൽ അയാളെ ന്യായീകരിച്ച് സംസാരിക്കൂ. അരവിന്ദ് രാജയുടെ മീഡിയേറ്റർ ആണല്ലോ നീ. നഷ്ടപ്പെട്ട ജോലി നിനക്ക് കിട്ടിയത് അദ്ദേഹം കാരണമാണെന്ന് നീ മറക്കണ്ട. അതിന്റെ പേരിൽ എനിക്ക് നന്ദിയുണ്ട്. പക്ഷെ പ്രത്യുപകാരമായി അമ്മയെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല ഞാൻ. അങ്ങനെ ഇവിടെ ആരും പറഞ്ഞില്ല. ഒരുപാട് നിർബന്ധിച്ചിട്ടാ അമ്മ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അതിപ്പം എന്ത് കാരണം പറഞ്ഞാലും ഈ വിഷയത്തിൽ ഒരു ഔദാര്യം കാണിക്കാൻ ഞാൻ തയ്യാറല്ല. തീരുമാനം അറിയട്ടെ, നോക്കാം. നിളയാണ്. കോൾ എടുക്ക്. ഹലോ. ഹലോ സർ, നിളയാണ്. ആ പറയൂ. വീട്ടിൽ ആരോടും ആലോചിക്കാതെയാ നിഖിൽ സാറിനെ കണ്ടതും സംസാരിച്ചതും. എനിക്കും തോന്നി.
അവന്റെ സ്വഭാവം സാറിന് ഏറെക്കുറെ അറിയാലോ. ഇറ്റ്സ് ഓക്കെ. ഞാൻ മീരാമ്മയോട് എന്താ പറയണ്ടേ? നിഖിലിനോട് പറഞ്ഞ മറുപടി തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളത്. എനിക്ക് ആലോചിക്കണം. എപ്പോ സാർ തീരുമാനം പറയും? ഞാൻ വിളിക്കാം. ഓക്കെ നില. അരവിന്ദ് സാർ വിളിച്ചോ? നിഖിലെ അരവിന്ദ് സാർ വിളിച്ചോന്ന്? ഇല്ല, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നീ ചെയ്യേണ്ടത് വൃത്തിയായി ചെയ്തു വെച്ചല്ലോ. നീ ആയിട്ട് സംസാരിച്ച് വഷളാക്കിയെന്നേ ഞാൻ പറയൂ. ഞാൻ എന്ത് വഷളാക്കിയെന്നാണ്? അമ്മയ്ക്ക് വേണ്ടി 50 ലക്ഷം രൂപയുടെ ഉറപ്പ് വേണം കല്യാണത്തിന് മുമ്പ്. അല്ലാതെ എനിക്കെന്തെങ്കിലും വേണോന്നല്ല ഞാൻ ആവശ്യപ്പെട്ടത്. എന്നിട്ട് ഉറപ്പ് കിട്ടിയോ? അരവിന്ദ് സാർ അമ്മയെ പട്ടിണിക്കിടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിനക്കങ്ങനെ സമാധാനിക്കായിരിക്കും, എനിക്ക് പറ്റില്ല. നിങ്ങളെങ്ങനെ തിരക്കൂടുന്ന എന്തിനാ? അങ്ങേരെ ആലോചിച്ച് തീരുമാനം അറിയിക്കട്ടെ. അമ്മ ചോദിച്ചാൽ എന്ത് പറയുന്ന എന്റെ ടെൻഷൻ. മോളെ, വെള്ളം എടുക്കാൻ മറന്നു. എന്റെ കാര്യം എന്തോ പറഞ്ഞതുപോലെ തോന്നിയല്ലോ, എന്തായിരുന്നു? എന്തായിരുന്നു മോളെ? അല്ല, അത് അമ്മ, നിഖിലിന് പിന്നെ ഓഫീസിൽ പോകാനൊരു മടി. അവന് ലീവ് എടുക്കണം പോലും. അമ്മ ചോദിച്ചാൽ എന്ത് പറയുമെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. ലീവ് ഒന്നും എടുക്കണ്ട, ഇപ്പൊ തന്നെ കുറെ അവധിയായില്ലേ. ഉഴപ്പാൻ സമ്മതിക്കില്ലെന്നില്ലേ? ആ, അമ്മ പറഞ്ഞത് കേട്ടല്ലോ. വിവാഹസദ്യക്ക് എന്റെ കാറ്ററിംഗ് കഴിഞ്ഞേ ഉള്ളൂ. ഈ നാട്ടിലാരും ഇല നിറയെ വിഭവങ്ങളുണ്ടായിരിക്കും. അതിലല്ല കാര്യം, ഉള്ളത് ഗംഭീരമായിരിക്കണം. മോശമായി എന്ന് ഒരാൾ പോലും പറയാൻ പാടില്ല.